വിശ്വസ്തത നമ്മോട് കൂടിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു ദിവസവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നന്ദിയുള്ള ഒരു ഹൃദയം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുഖവരയായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ എനിക്കൊന്ന് ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ പെട്ടെന്ന് വൈകിട്ട് ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ബെഡിനോട് അടുത്ത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതായ ഒരു തോട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സെൻറ്റ് പോള് റോമിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് മാത്രം ആ കയ്യിൽ ആ സർപ്പം കടിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? അപ്പം മാനുഷികമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പ്രവാചകൻ അല്ലെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വ്യക്തി, ദൈവമായിട്ട് വളരെ ചേർന്നിരിക്കുന്ന വ്യക്തി, ആ കൂട്ടത്തിൽ അവിടെ ധാരാളം പടയാളികളുണ്ടായിരുന്നു, മറ്റ് തടവുകാരനേകരുണ്ടായിരുന്നു. ആ ദ്വീപിൽ ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മെലിത്ത എന്ന ദ്വീപിൽ അവിടുത്തെ ബർബരന്മാർ, അവിടുത്തെ ആദിമവാസികൾ അവരവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരും വിറക് പെറുക്കുന്നു. മറ്റവരും എല്ലാവരും, ഞാൻ മനസ്സിലാക്കുന്നു, ഈ പൗലോസ് മാത്രമല്ല വിറക് പെറുക്കിയത്, അനേകർ വിറക് പെറുക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ അണലി കടിക്കുന്നത് അഭിഷക്തൻ്റെ കയ്യിൽ തന്നെ. അഭിഷക്തൻ്റെ കയ്യിൽ തന്നെ അണലി തൂങ്ങിക്കിടക്കുന്നു. ബർബന്മാരെന്ത് പറയുന്നു? നോക്ക്, ഇവൻ അത്ര നീചനായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ബർബരന്മാർ അല്ലെങ്കിൽ ആ ദ്വീപിലെ ആദിമവാസികൾ അങ്ങനെ പറയുമ്പോൾ, താങ്ക് യു ലോർഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ പലപ്പോഴും പലരെയൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളും ആ ബർബരന്മാരെ കൂട്ട് അങ്ങനെ പറയുവാനായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പറയുവാനായിട്ട് നമ്മൾ ഇടയായിത്തീരും. പക്ഷെ എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആരുടെ കയ്യിലാണ് ഈ അണല് തൂങ്ങിക്കിടക്കുന്നത്? ദൈവത്തിൻ്റെ അഭിഷക്തൻ്റെ കയ്യിലാണ് അണല് തൂങ്ങിക്കിടക്കുന്നത്. പക്ഷേ അഭിഷേകമുള്ളവൻ എന്ത് ചെയ്തു? അണലി കയ്യിൽ തൂങ്ങിക്കിടന്നപ്പോൾ സാധാരണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയപ്പെട്ട് അല്ലെങ്കിൽ നിലവിളിച്ച് അല്ലെങ്കിൽ ഓടിപ്പോകുന്ന ഒരു അവസരം ഒരു സന്ദർഭം ഉണ്ടാകും. എന്നാൽ അഭിഷക്തൻ എന്ത് ചെയ്തു? ആ അണലിയെ ഈ തീക്കകത്തേക്ക് കുടഞ്ഞിടുകയാണ്. താങ്ക് യു. എന്തുകൊണ്ട്? അഭിഷേകം അദ്ദേഹത്തിൽ വ്യാപരിക്കുന്നു, അഭിഷക്തൻ്റെ മേൽ. പിന്നെ എന്തുകൊണ്ട് ആ അണലി അവിടെ അദ്ദേഹത്തെ മാത്രം കടിക്കുവാനായിട്ട് ദൈവവും അനുവദിച്ചു? അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. വീണ്ടും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, അണലി കടിച്ചതിന് ശേഷം ബർബരന്മാർ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ തന്നെ മരിച്ചു വീഴും, ഇപ്പോൾ തന്നെ ഇത് എൻ്റെ ആകും എന്നുള്ള രീതിയിൽ, കാര്യം മാനുഷികമായ രീതിയിൽ അതവിടെ നടക്കണം. പക്ഷെ എന്നുണ്ടെങ്കിൽ അല്പസമയം കഴിഞ്ഞ് ഇപ്രകാരം പറഞ്ഞ ആ വ്യക്തികൾ തന്നെ നേരെ തിരിച്ച് ഈ സെൻറ്റ് പോളിനെ കുറിച്ച് പറയുകയാണ്. അഭിഷക്തൻ അവരേറ്റു പറയുകയാണ്, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ. അപ്പം പിന്നീട് എന്ത് നടക്കുന്നു? അവിടെ ആ ദ്വീപിൽ പ്രമാണിയൊക്കെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുക. എന്തിന്? എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ പിതാവ് രോഗിയായിട്ട് കിടക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഈ അഭിഷക്തനിൽ കൂടെ അല്ലെങ്കിൽ സെൻറ്റ് പോളിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു സമയത്ത് പിറുപിറുത്തവർ, അപമാനിച്ചവർ, നിന്ദിച്ചവർ ദൈവം ചിലരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ മനുഷ്യർക്ക് പലതും പറയുവാനായിട്ട് സാധിക്കും. ഇന്ന കാര്യങ്ങൾ കൊണ്ടാകാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുവദിക്കാൻ നമ്മൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. താങ്ക് യു. ആ മെലിത്ത എന്ന ദ്വീപ് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതൊരു കാരണമാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തി
അഭിഷക്തനിൽ കൂടെ നടക്കുന്നു. അവിടെ പിറുപിറുക്കാതെ നിൽക്കുന്ന ഒരു സെൻറ്റ് പോളിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ ദൈവസ്ഥാനിൽ വിശ്വസ്തരായിട്ട് നിൽക്കുന്നോ, ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് വരുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതിൽ കൂടെ ദൈവം മാറേ മധുരമാക്കി തീർക്കുന്ന ദൈവമാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇതുപോലെ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ സെൻറ്റ് പോളിൻ്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്രകാരം ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശൂനേംകാരത്തി. ശൂനേംകാരത്തി ആ സ്ത്രീയെ അവൾ വളരെ ധനികയായൊരു സ്ത്രീയായിരുന്നു. അതിന് മുമ്പായിട്ടൊരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 2 കിങ് ചാപ്റ്റർ 8 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ച് പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുക്കണം എന്ന് കൽപ്പിച്ചു. താങ്ക് യു ലോർഡ്. ഇപ്രകാരം ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? ശൂനേംകാരത്തി. ആരായിരുന്നു ഈ ശൂനേംകാരത്തി എന്നുള്ളതായ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമുക്ക് 2 പോർഷനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് 4-ാം അധ്യായത്തിലും ഒന്ന് 8-ാം അധ്യായത്തിലും ഈ ശൂനേംകാരത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ശൂനേംകാരത്തിയെ അല്ലെങ്കിൽ ആരായിരുന്നു അവൾ വളരെ ഒരു റിച്ചായിട്ടുള്ള, അന്നത്തെ കാലത്ത് റിച്ചായിട്ടുള്ള ഒരു ഉമണായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. അവൾ റിച്ച് തന്നെയല്ല, അവൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയായ ഒരു സ്ത്രീയും കൂടിയായിരുന്നു. താങ്ക് യു ലോർഡ്. ദൈവം വിശ്വസ്തന്മാരെ നോക്കുന്നു. ദൈവം വിശ്വസ്തന്മാരെ തിരഞ്ഞെടുക്കുന്നു. അത് വിശ്വസ്തന്മാരെന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വിശ്വസ്തന്മാരെയും ദൈവം നോക്കുന്നു, ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തതായ ഈ ശൂനേംകാരത്തിക്ക് എന്താ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അവൾക്ക് ഒരു തലമുറയില്ല, ഒരു കുഞ്ഞില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവൾക്കറിയാമായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ചരിത്രമെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകാം. താങ്ക് യു ലോർഡ്. എലീശ പ്രവാചകൻ അല്ലെങ്കിൽ കടന്നു പോകുന്ന വഴിയിൽ അവൾ അദ്ദേഹത്തിന് ഒരു പാർക്കുവാൻ വേണ്ടി അവൾ ഒരു മുറി ഓഫർ ചെയ്യുകയാണ്. അവളുടെ കഷ്ടതയുടെ നടുവിലും അവളുടെ പ്രയാസത്തിൻ്റെ നടുവിലും അവൾ ചിലതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി അവൾ ചെയ്യുവാനായിട്ട് മനസ്സുള്ളതായ ഒരു സ്ത്രീ. ദൈവത്തിന് വേണ്ടി എനിക്കെന്തെങ്കിലും, അവളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് എനിക്ക് എന്തെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സ്ത്രീ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ വിശ്വസ്തയായ ഒരു സ്ത്രീയാണ്. താങ്ക് യു ലോ. ഈ വിശ്വസ്തയായ സ്ത്രീക്ക് അടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഓടിച്ചു പോകുന്നു. അതായത് എന്താണ് പിന്നെ അടുത്തത് സംഭവിക്കുന്നത്? അവൾക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുന്നു. ആ കുഞ്ഞ് ചില നാളുകൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു? അവൻ മരിച്ചു പോകുന്നു. മരിച്ചു പോയതിന് ശേഷം ഈ ശൂനേംകാരത്തി എന്ത് ചെയ്യുന്നു? പ്രവാചകൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രവാചകൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രവാചകൻ പറയുന്ന ഒരു വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതതിൻ്റെ നമുക്ക് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ താങ്ക് യു ലോർഡ് 27-ാം വാക്യം. 4:27. മതി. താങ്ക് യു ലോർഡ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഹോവ എന്നെ അറിയിക്കാതെ അത് മറച്ചു വെച്ചിരിക്കുന്നു. ആരാ ഇത് പറയുന്നേ? എലീശ പ്രവാചകൻ പറയുക. എന്ത് പറയുന്നു? അവൾക്ക് വലിയൊരു മനോവ്യസനമുണ്ട്. യഹോവ എന്നെ അതറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നു. ആരാണ് പറയുന്നത്? പ്രവാചകൻ പറയുക. ദൈവമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായ ഈ വ്യക്തി പറയുക, എനിക്കതറിയത്തില്ല.
ദൈവം അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച് വളരെ താങ്ക്യൂ. എന്തുകൊണ്ട് ദൈവം അല്ലെങ്കിൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു? എന്തുകൊണ്ട് ദൈവം ഈ വിഷയം അവിടെ മറച്ചു വെച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതിന് ശേഷം ലഭിച്ചതായ ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഇവൾക്ക് അല്ലെങ്കിൽ ഇപ്രകാരം സംഭവിക്കും എന്ന് മുൻകൂട്ടി പ്രവാചകനെ അറിയിച്ചാൽ എന്ത് ചെയ്യും പ്രവാചകൻ? സാമാന്യ രീതിയിൽ മാനുഷികമായ രീതിയിൽ ദൈവമേ നോ, ഒരിക്കലും സംഭവിക്കരുത്. കാര്യം ഇത്തരം വാർദ്ധക്യത്തിൽ അവർക്ക് അല്ലെങ്കിൽ അവൻ്റെ പിതാവിന് ഇത്തരം വാർദ്ധക്യത്തിൽ ലഭിച്ചതായ ഒരു കുഞ്ഞാണ്, ഒരിക്കലും അത് മരിച്ചു പോകരുത് എന്ന് പ്രവാചകൻ ഇടിവിൽ നിൽക്കും. ദൈവപ്രവൃത്തി അവിടെ നടക്കത്തില്ല. ദൈവപ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചിലതൊക്കെ പ്രവാചകന്മാരിൽ നിന്നും ദൈവം ഹൈഡ് ചെയ്തു വെക്കും. ദൈവം ചിലതൊക്കെ മറച്ചു വയ്ക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്, ദൈവം യഹോവ അത് എന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പലതും ചിന്തിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന സംഗതികൾ വരുമെന്ന്, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നത് വരുമെന്ന് എന്തുകൊണ്ട് ദൈവം എന്നെ അറിയിക്കുന്നില്ല എന്ന് പലപ്പോഴും മാനുഷികമായ രീതിയിൽ നമ്മളും ചിന്തിക്കാം. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസ്തരായ അല്ലെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ദൈവം മറച്ചു വെച്ചിരിക്കും. എന്തിനു വേണ്ടി? ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം ചിലതൊക്കെ മറച്ചു വെച്ചിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇവളെ തിരഞ്ഞെടുത്തു? ദൈവം ഇവളെ ഒരു വിശ്വസ്തയായ ഒരു സ്ത്രീയായിട്ട് കണ്ടു. അവളെ ദൈവത്തിന് ഉപയോഗിക്കണം. ദൈവത്തിന് അവളെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പ്രവാചകന്മാരിൽ നിന്നും അവളെ അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ മറച്ചു വയ്ക്കും. ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ചിലതൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മുടെ ദൃഷ്ടിയിൽ കാണാനായിട്ട് നോക്കത്തില്ല. ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളൊക്കെ നമ്മളിൽ കൂടെ നിറവേറണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ മുൻകൂട്ടി എല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നിൽക്കുവാൻ ഒരുപക്ഷെ സാധിക്കത്തില്ല. ദൈവം ചിലതൊക്കെ മറച്ചു വയ്ക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രകാരമുള്ളതായ ഒരു സാഹചര്യത്തിലും അവളെ തള്ളിക്കളയുന്ന ദൈവമാണോ? ഒരിക്കലുമല്ല. താങ്ക്യൂ. അവളുടെ കുഞ്ഞ് മരിക്കുന്നു, ദൈവം അവളെ ഉപേക്ഷിക്കുന്നില്ല. താങ്ക്യൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവളിൽ കൂടെ അത് നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. വീണ്ടും ചിന്തിക്കുക, ദൈവം തിരഞ്ഞെടുത്തവരെ ചില ഘട്ടങ്ങളിൽ കൂടെയൊക്കെ ദൈവം കടത്തിവിടുമ്പോൾ, ചില പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടത്തിവിടുമ്പോൾ നിന്നെ ഒരിക്കലും ദൈവം കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. താങ്ക്യൂ. തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ദൈവം വിളിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിപാടി അത് നമ്മൾ അറിയാതെ തന്നെ ചിലതൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ കണ്ണിൻ മുമ്പിൽ നമ്മൾ കാണുന്നില്ല, നമ്മളത് ഗ്രഹിക്കുന്നില്ല. നമ്മളെ കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അത് പ്രവാചകന്മാർക്ക് പോലും തിരിച്ചറിയാതെ, അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എലീശ പ്രവാചകന് പോലും തിരിച്ചറിയാൻ മേലാതെ ദൈവം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും അവിടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതിനുശേഷം കാലങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ 8-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് നടക്കുന്നു? താങ്ക് യു ലോർഡ്. അവൾ റിച്ചായിട്ടുള്ളൊരു ലേഡി ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു. അതിനുശേഷം പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? താങ്ക് യു ലോർഡ്. അവളുടെ ദേശത്ത് ക്ഷാമം വരുന്നു. അവളോട് പ്രവാചകൻ പറയുകയാണ്, ഇനി നീ പാലസ്തീനിലേക്ക് പൊക്കോ, ഇനി 7 വർഷം കഴിഞ്ഞ് നീ ഇവിടെ തിരികെ വന്നാൽ മതി, നീ നിൻ്റെ ദേശത്ത് ഈ ദേശത്ത് നിൽക്കണ്ട, നീ പൊയ്ക്കോ. അവൾ ആ വാക്ക് കേൾക്കുന്നു. അവളും അവളുടെ കുടുംബവും അവൾ ആ ദേശം വിട്ട് പാലസ്തീനിൽ പോയി താമസിക്കുന്നു. ഇപ്പം സാമാന്യ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും കുടുംബവും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം ന്യൂയോർക്കിൽ പോയി കുറച്ച് നാൾ ജോലിക്ക് വേണ്ടിയൊക്കെ പോയി താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടും അല്ലെങ്കിൽ കുടുംബങ്ങളും ഒക്കെ നമ്മുടെ മീൻസ് ബന്ധുക്കളും ഒക്കെ നമുക്ക് ഇവിടെ ഉള്ളപ്പം നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സംഗതിയും
അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്തായിരിക്കും? നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ശൂന്യംകാരത്തി ഈ 7 വർഷം അവിടെ ആയിരിക്കും ജസ്റ്റ് ബ്ലൈൻഡായിട്ടാണോ ജീവിക്കുന്നത്? നോ, ഒരിക്കലും അല്ല. അവൾ എപ്പോഴും ദൈവമായിട്ട് സംസർഗം ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. ദൈവമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പുള്ള സ്ത്രീയാണ് അവൾ തീർച്ചയായിട്ടും അവളുടെ പ്രോപ്പർട്ടി ഓർത്തും, ഞാൻ 7 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്കതൊക്കെ ലഭിക്കണം, അത് ശത്രു ഒന്നും അപഹരിക്കരുത്, ഇപ്രകാരമൊക്കെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരിക്കണം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു ലോ. ഈ ശൂന്യംകാരത്തി എന്നാൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് വിപരീതമായിട്ട് അവൾ തിരിച്ചവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? താങ്ക് യു ലോ. ശത്രു അപഹരിച്ചു. അവിടെ വീണ്ടും അവിടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധി വരുക. അവൾക്കുണ്ടായിരുന്ന പ്രോപ്പർട്ടി, അവളുടെ ലാൻഡ്, അവളുടെ വീട് എല്ലാം ആരപഹരിച്ചു? ശത്രു അപഹരിച്ചു വെച്ചിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ആരായിരുന്നു? വീണ്ടും മറക്കരുത്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി, പ്രവാചകനുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തി, പ്രവാചകനെ ശുശ്രൂഷിച്ച വ്യക്തി, അല്ലെ അഭിഷക്തന്മാരെ ശുശ്രൂഷിച്ച വ്യക്തി, അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക. 7 വർഷം കഴിഞ്ഞതിന് ശേഷം അവൾ മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്തു നടക്കുന്നു? എല്ലാം നഷ്ടമായിട്ട് പോയിരുന്നു. താങ്ക് യു ലോ. അവൾക്കുള്ളതെല്ലാം നഷ്ടമായി. താങ്ക് യു ലോ. അവൾക്ക് കിടക്കുവാൻ വീട് പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവൾ പോകുന്നു. താങ്ക് യു ലോ. ആ സമയത്ത് വീണ്ടും അവൾ എന്ത് ചെയ്യുന്നു? അവൾ രാജാവിൻ്റെ അടുത്തേക്കൊന്ന് പോവുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാജാവെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കണം, രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. താങ്ക് യു ലോ. അവൾ എന്തുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്തേക്ക് പോയി, അല്ലെങ്കിൽ ലോയറിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. ന്യായാധിപൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ പറയുന്നു. എന്തുകൊണ്ട് ന്യായാധിപൻ്റെ അടുത്തേക്ക് പോകുന്നു? എന്തുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു? താങ്ക് യു ലോർഡ്. അവൾ ആ രാജ്യത്തെ സിറ്റിസൺ ആകട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ആമേൻ, എന്തുകൊണ്ട് അവൾ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു? അവൾ ആ രാജ്യത്തിലെ സിറ്റിസൺ. അവൾക്ക് റൈറ്റുണ്ട്. അവൾക്ക് റൈറ്റുണ്ട്. നമ്മൾ ഈ രാജ്യത്തെ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് റൈറ്റുണ്ട്. താങ്ക് യു ലോ. നമ്മൾ ഏത് രാജ്യത്തിലെ സിറ്റിസൺ ആണെന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോണം. താങ്ക് യു ലോ. നമ്മുടെ രാജാവ് ആരാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അഡ്വൈസറികൾ വരുമ്പോൾ, ഹല്ലേലൂയ, താങ്ക് യു ലോ, നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇവൾ ആരുടെ അടുത്തേക്ക് ചെല്ലുന്നു? ഇവൾ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. താങ്ക് യു ലോ. ആമേ. രാജാവിൻ്റെ അടുത്തേക്ക് ഇവൾ ചെല്ലുവാനായിട്ട് ഇവൾ പ്ലാൻ ചെയ്യുമ്പോൾ, താങ്ക് യു ലോ, ഇവൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് സഹായം വല്ലവരും കിട്ടുമോ? താങ്ക് യു ലോ. നീ വിശ്വസ്തനായ വ്യക്തിയാണെന്നല്ലെങ്കിൽ വിശ്വസ്തയാണെന്നുണ്ടെങ്കിൽ നീ അറിയാതെ ചിലതൊക്കെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുക. അവിടെ എന്താ നടക്കുന്നത്? ഇവൾ രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ആരവിടെ ചെല്ലുന്നു? എലീശ പ്രവാചകൻ്റെ ശിഷ്യനായ ഗേഹസിയെ ദൈവം അവിടേക്ക് അയച്ചു. താങ്ക് യു ലോ. ഇവൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ, അല്ലെങ്കിൽ ശൂന്യംകാരത്തെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇവളുടെ വിവരങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ആരെ അയക്കുന്നു? പ്രവാചക ശിഷ്യനായ ഗേഹസിയെ ദൈവം അവിടേക്ക് അയച്ചിരിക്കുക. എന്താ രാജാവും ഈ ഗേഹസിയായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്താ? താങ്ക് യു. പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുക. ഏത് പ്രവാചകനെക്കുറിച്ച്? എലീശ പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുക. എലീശ പ്രവാചകൻ ചെയ്ത അത്ഭുതങ്ങളും പ്രവർത്തികളും ദൈവപ്രവർത്തികളും ഒക്കെ ആ കറക്റ്റ് ടൈം ഒന്ന് മനസ്സിലാക്കിക്കോണം. ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും ഡിലേ ആകത്തില്ല കേട്ടോ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ സമയത്തും പോലെയല്ല, നമ്മുടെ ചിന്തകൾ പോലെയല്ല, നമ്മുടെ നിരൂപണങ്ങൾ പോലെയല്ല. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
ആ തക്ക സമയത്ത് ഇവൾ ചെല്ലുന്ന ആ കറക്റ്റ് ടൈം നോക്കി ഗേഹസിയെ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് രാജാവുമായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നടത്തുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്ത് ഹല്ലേലൂയ. ഈ അതിൻ്റെ കൂട്ടത്തിൽ ഇവളും വന്നു. ആരുടെ കാര്യം? ഈ ശൂന്യംകാരത്തിയുടെ കാര്യം ഗേഹസി രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശൂന്യംകാരത്തി അവിടെ ചെല്ലുന്നു. താങ്ക് യു ലോ. കറക്റ്റ് ടൈം. അപ്പം പെട്ടെന്ന് ഈ ഗേഹസി ഞെട്ടിത്തിരിഞ്ഞ് പറയാണ്, നോക്കേ, അവൾ തന്നെയാണ് ഈ നിൽക്കുന്നത്, ആ മരിച്ചുപോയ കുഞ്ഞ് പ്രവാചകൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകൻ ആ മരിച്ച കുഞ്ഞിനെ ഉയർപ്പിച്ച ആ സ്ത്രീയും കുഞ്ഞുമാണ് നിൽക്കുന്നത്. നമ്മുടെ ദൈവത്തിന് സമയം തെറ്റുവോ? നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമാണോ? നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. ഒരിക്കലുമില്ല. താങ്ക് യു ലോ. നീ കാണുന്നതിനപ്പുറത്തായിട്ട്, നീ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, താങ്ക് യു ലോ, നിന്റെ പ്ലാനിനപ്പുറത്തായിട്ട് ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു ലോ. തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നു? താങ്ക് യു ലോ. ദൈവത്തിൻ്റെ ആലോചന ദൈവം കൊടുക്കുക. ആരുടെ അടുത്തേക്ക് ഇവൾ ചെല്ലുന്നു? ഇവൾ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ സമയത്ത് ഈ ഗേഹസി പറയും, ഇവൾ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ, ഈ കുഞ്ഞ് തന്നെ ദൈവം അല്ലെങ്കിൽ എലീശ പ്രവാചകൻ ഉയർപ്പിച്ച വ്യക്തി. പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയാണ്. താങ്ക് യു ലോ. എന്താണ് അടുത്ത് നടക്കുന്നത്? രാജാവ് ഒരു ഓഫീസറെ വിളിക്കുക. ഓഫീസറെ വിളിച്ചതിന് ശേഷം അവിടെ എന്താണ് നടക്കുന്നത്? രാജാവ് ഒരു ഓർഡർ കൊടുക്കുകയാണ്. താങ്ക് യു ലോ. ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ദൈവവചനമാകട്ടോ. താങ്ക് യു ലോ. ഇത് കഥയായിട്ട് നിങ്ങൾ എടുക്കരുത്. കഥയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് ജീവനുള്ളതാ. നമ്മൾ ഏറ്റെടുത്തോണം. ഇതുവരെയൊക്കെ ദൈവം ഉപയോഗിച്ചു, നമുക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചതാ. നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചതാ. താങ്ക് യു ലോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ എന്ത് ചെയ്യുന്നു? രാജാവ് ഒരു ഓഫീസറെ വിളിച്ചിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ പറയുക. എന്ത് ചെയ്യണം? ഇവൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ ലാൻഡിൽ അവൾക്ക് എന്തെല്ലാം പ്രൊഡക്ട്സ് അവിടെ ഉണ്ടായിരുന്നോ അതെല്ലാം മടക്കി കൊടുക്കുവാൻ വേണ്ടി ഓർഡർ കൊടുക്കുക കേട്ടോ. ഓർഡർ കൊടുക്കുക. എങ്ങനെയാണ് ഈ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഓഫീസർ അങ്ങോട്ട് പോകേണ്ടത്? ജസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് പോവാണോ? നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അത് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി അത് ഡോറിൽ പതിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തോണം? താങ്ക് യു ലോ. അവിടെ താമസിക്കുന്നവരെ അവിടെ നിന്ന് മാറിപ്പോക്കോണം. കോർട്ട് ഓർഡറാണ്. താങ്ക് യു ലോ. ഇത് ദൈവവചനമാകട്ടോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ രാജാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് മറക്കരുത് കേട്ടോ. ഈ ഡോക്യുമെൻറ്റുമായിട്ട് മാത്രമേ നമ്മുടെ എനിമിയുടെ അടുത്ത് പോകാവൂ. ദൈവവചനവുമായിട്ട് പോകണം. എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രോമിസായത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ മനസ്സിലാക്കുക. നമ്മൾ ഡോക്യുമെൻ്റ് ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശത്രു ഒരിക്കലും അത് നമ്മളെ അവൻ അനുസരിക്കത്തില്ല. നമ്മൾ രാജാവിൻ്റെ ഡോക്യുമെൻറ്റുമായിട്ട് പോകണം. രാജാതി രാജാവായ നമ്മുടെ ദൈവം തന്ന ഈ ഡോക്യുമെൻ്റ്, ഈ ദൈവവചനവുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നമ്മൾ ചെന്നാൽ താങ്ക് യു ലോ, ശത്രുവിന് അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല. നമ്മുടെ അഡ്വൈസറി നീങ്ങിപ്പോയേ ഒക്കോ. താങ്ക് യു ലോ. ഈ ലോകത്തിൻ്റെ ഒരു രാജാവിൻ്റെ ഓർഡറിന് അപ്രകാരം പവർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ രാജാതി രാജാവായ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിന് അല്ലെങ്കിൽ ഓർഡറിന് പവർ ഇല്ലേ? താങ്ക് യു ലോർഡ്.
ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിഞ്ഞോണം, ദൈവവചനവുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ എൻ്റെ വിഷയങ്ങളുടെ മുഖത്ത് നിൻ്റെ ഏത് വിഷയമായിരുന്നാലും, നീ ഏത് വിഷയത്തിൻ്റെ നടുവിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലായിരുന്നാലും, രാജാവിൻ്റെ ഈ ഓർഡറുമായിട്ട് ചെല്ലുമ്പോൾ, താങ്ക് യു, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു കോർട്ട് ഓർഡർ കൊണ്ട് ഒരു ഡോറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകത്തില്ല. അല്ലെങ്കിൽ ഇതെനിക്ക് വേണം എന്ന് വാദിക്കുന്ന അഡ്വൈസറുടെ മുമ്പിൽ ഈ കോർട്ട് ഓർഡർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ പാട്ടി അല്ലെങ്കിൽ അവൻ എല്ലാം ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് അവൻ പോകും. താങ്ക് യു. അവൻ ഒബേ ചെയ്യും ഈ ഓർഡറിനെ. താങ്ക് യു. ദൈവം ഇതിലെ മനസ്സിലാക്കുക. താങ്ക് യു. നമ്മൾ വെറും കൈയോടെ പോകരുത്. നമ്മൾ ഡോക്യുമെൻറ്റുമായിട്ട് പോകണം. ദൈവവചനം നമ്മൾ പഠിക്കണം. ദൈവവചനമായിട്ട് നമ്മൾ ചെല്ലണം. ഇതെല്ലാം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസുകളാ, എനിക്കുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു. പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു വിടും. താങ്ക് യു ലോർഡ്. എപ്പോഴും അല്ലെങ്കിൽ ഒരു കണ്ണുനീര് അല്ലെങ്കിൽ ഒരു കരച്ചിൽ, ഈ ദിവസങ്ങളായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വേദിയിൽ വെറും കണ്ണുനീരും പ്രാർത്ഥനയും ഒന്നും അല്ല വേണ്ടത്. അതിനപ്പുറത്തായിട്ട് പറയാൻ, റെസിസ്റ്റ് ദ ഡെവിൾ. താങ്ക് യു ലോ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾക്ക് എതിർപ്പ് വേണം. നമ്മൾ അവനോട് ഫൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലും അല്ലെങ്കിൽ ഇതിന് മുമ്പൊക്കെ കേട്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ, അതിന് അല്ലെങ്കിൽ ദൈവദാസന്മാരും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ കേട്ടിരിക്കുന്ന വചനങ്ങൾ എന്താ? അവർ പ്രതിസന്ധിയുടെ നടുവിൽ അവരെന്ത് ചെയ്യുന്നു? അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത്? ശത്രുവിനോട് അവർ ഫൈറ്റ് ചെയ്യുന്നു. ഇതെൻ്റെ അവകാശമാണ്. ശത്രു എന്നെനിക്ക് അധികാരമില്ല. എൻ്റെ കുടുംബത്തിൽ മേൽ അധികാരമില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അധികാരമില്ല. എൻ്റെ നന്മയിന്മേൽ അധികാരമില്ല. എൻ്റെ ജോലിയിന്മേൽ അധികാരമില്ല എന്ന് നമ്മൾ ശത്രുവിനെതിരായിട്ടൊരു ഫൈറ്റിങ്. താങ്ക് യു ലോർഡ്. ഈ കാലങ്ങളിലായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വേണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വേണം. കരച്ചിലല്ല വേണ്ടത്, ഫൈറ്റ് ചെയ്യണം. ദൈവവചനമെടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇത് എൻ്റെ അവകാശമാണ്. എൻ്റെ ദൈവം തന്നിരിക്കുന്ന അവകാശമായി എനിക്ക് അതെനിക്ക് ലഭിച്ചേ മതിയാവൂ. സൗഖ്യം എൻ്റെ അവകാശമാണ്. വിടുതൽ എൻ്റെ അവകാശമാണ്. നന്മ എൻ്റെ അവകാശമാണ്. ഇതെല്ലാം ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളായിട്ട് നമുക്ക് എന്ത് വേണം? താങ്ക് യു. സമയം കഴിഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിർത്തട്ടെ. താങ്ക് യു. ഈ ദിവസങ്ങളായിട്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ വീടുകളിൽ, താങ്ക് യു. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ഒരു ജസ്റ്റ് കുറച്ച് കണ്ണുനീരും പ്രയാസവുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിലിരുന്ന് കുറച്ച് കരച്ചിലല്ല വേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത്, ആമേൻ, അവൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ പോരാടണം. താങ്ക് യു. ചെറിയ പ്രാർത്ഥനയൊന്നും പോരാ. ഹല്ലേലൂയ. ഇരുന്നുകൊണ്ട് നമ്മൾ ആത്മാവിൽ പോരാടിക്കഴിഞ്ഞാൽ ഏത് കോട്ടകളും നമ്മുടെ മുമ്പിൽ തകരുമെന്ന്. താങ്ക് യു. ഏത് പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ തകരുമെന്ന്. താങ്ക് യു. ഏത് പ്രതിസന്ധിയായാലും, ഏത് പ്രതികൂലമായിരുന്നാലും, ഒന്നും ശത്രു പറയുന്നു നീ നടക്കത്തില്ല എന്ന് പറഞ്ഞാലും, താങ്ക് യു ലോർഡ്, അമ്മേ, ശത്രുവിനെ അവൻ്റെ എല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നായ നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്, നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എങ്കിലോ നമുക്കറിയാം എന്താണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർ എന്നുള്ള കാര്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. നമ്മുടെ പിതാക്കന്മാരിൽ കൂടെയൊക്കെ നമ്മൾ അവരുടെ കൂടെ ചെയ്തതായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ കൂടെ നടന്നതായ ശുശ്രൂഷകളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളവരാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ട്. താങ്ക് യു. ആരിൽ കൂടെ നടക്കും? വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ, താങ്ക് യു ലോ, ദൈവവചനത്തിൽ നമ്മൾ ഊന്നി നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കൂടെ ഉയരുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.